നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥ മുംബൈ തെരുവോരങ്ങളിൽ നടന്നിട്ടുണ്ടായ ഒരു സംഭവമാണ്. വാ, നമുക്ക് കഥയിലോട്ട് കടക്കാം. 2008 നവംബർ 26 രാത്രി 9 മണി കഴിഞ്ഞു. മുംബൈ നഗരം പതിവുപോലെ തിരക്കിലും വെളിച്ചത്തിലും മുങ്ങിയിരുന്നു. താജ് ഹോട്ടലിന്റെ മനോഹരമായ വെളിച്ചങ്ങൾ, ഹ്രസ്വസംഗീതം, സുഗന്ധമുള്ള ഭക്ഷണവും എല്ലാം അതിഥികളെ സ്വാഗതം ചെയ്യുകയാണ്. റിസപ്ഷനിൽ സന്ധ്യ, റൂം സർവീസിൽ രാജീവ്, കിച്ചണിൽ രഞ്ജിത്ത്. എല്ലാവരും ജോലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശികൾ, ബിസിനസ്സുകാരും കുടുംബങ്ങളും ഹോട്ടലിന്റെ ആഴത്തിലുള്ള സൗകര്യങ്ങൾ ആസ്വദിച്ചു. ആശയിക്കുന്നിടത്ത് രാത്രി ശാന്തമായിരുന്നു. പക്ഷേ ഒരു ചെറിയ ശബ്ദം മുഴങ്ങുന്നു. ടക്ക് ടക്ക് ടക്ക്. ആദ്യം എല്ലാവരും അത് ചെറിയ ശബ്ദമെന്ന് കരുതി. മറ്റുള്ളവർ ചിരിച്ചുകൊണ്ട് അതെന്തെന്ന് ചോദിച്ചു. എന്നാൽ സന്ധ്യയുടെ കണ്ണുകൾ കരുതലോടെ തുറന്നിരുന്നു. അവൾക്കു മനസ്സിലായി, ഇത് സാധാരണ ശബ്ദമല്ല, ഇതൊരു ഭീകരാക്രമണമായിരുന്നു. ഭീകരർ ഹോട്ടലിന്റെ മുൻവശത്തിലേക്ക് കടക്കുന്നു. ഓരോ നിലയ്ക്കും ഓരോ മുറിയിലും അവർ വെടിയുണ്ടകൾ വീശി ഭീതിയേർക്കുന്നു. ഹോട്ടലിലെ അകമ്പടിയായ ശാന്തത തകർന്നു. മനുഷ്യരുടെ ചിരി നിലച്ചു. സംസാരങ്ങൾ നിശബ്ദമായി. ചിലർ ഭയം കൊണ്ടു നിലച്ചു, ചിലർ ഓടാൻ ശ്രമിച്ചു. സന്ധ്യ ഉടനെ തീരുമാനിച്ചു, അതിഥികളെ രക്ഷിക്കണം. കിച്ചണിൽ രഞ്ജിത്ത് തീപ്പൊക്കം കാണുകയും അടുക്കളയിൽ കുടുങ്ങിയ ജീവനക്കാരെയും ഓടിച്ച് രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. 10ഓളം മിനിറ്റ് കൊണ്ട് അവൻ പലർക്കും ജീവിതം രക്ഷപ്പെടുത്തി. പക്ഷേ ചിലർക്ക് ഭീകരരുടെ വെടിയുണ്ടകൾക്ക് ഇരയാകേണ്ടി വന്നു. ഈ സമയത്ത് ഹോട്ടലിലെ മുഴുവൻ ജീവനക്കാർ ധൈര്യത്തോടും സമാധാനത്തോടും പ്രവർത്തിച്ചു. രാജീവ് റൂം സർവീസിൽ നിന്ന് കുട്ടികളെയും മുതിർന്നവരെയും സുരക്ഷിത നിലയിലേക്ക് നയിച്ചു. ഓരോ നിലയ്ക്കും വെടിയുണ്ടകൾ ഇടുമ്പോൾ രക്ഷാപ്രവർത്തനം കൂടുതൽ സങ്കീർണമായി മാറി. പലരും സ്വന്തം ജീവൻ വെന്ത് മറ്റുള്ളവരെ രക്ഷിച്ചു. ഇതുവരെ ആരും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഭീകരർ ഓരോ മുറിയും പരിശോധിച്ച് മുന്നേറി. പുറത്ത് മുംബൈയിലെ പോലീസും എക്സ്പെർട്ട് യൂണിറ്റുകളും വിവരം കേട്ട് മുന്നോട്ട് വന്നു. ഹോട്ടലിലേക്ക് എത്തുന്നതിനിടെ അശോക് കാംപ്റ്റെ പോലെയുള്ള ഉദ്യോഗസ്ഥർ അവരുടെ സേനയെ ഒരുക്കി. ഭീകരർക്ക് നേരിടേണ്ടത് കുറഞ്ഞത് പരമാവധി ആളുകളുടെ ധൈര്യവും മനസ്സുമായിരുന്നു. ആ രാത്രി ഫ്ലാഷ് ബാക്ക്. ആദ്യ ഭീകരരുടെ കടന്നുവരലും ആദ്യം ഭീതിയോടെ പൂർണ്ണമായും നിലച്ചുപോയ അതിഥികളുടെ കാഴ്ചകളും. വെടിയുണ്ടകളുടെ ശബ്ദം, തീ, പുക, എല്ലാം ഹോട്ടലിന്റെ മനോഹരമായ അന്തരീക്ഷം തകർന്നു. സന്ധ്യയും രഞ്ജിത്തും മറ്റു ജീവനക്കാരും അവരുടെ ധൈര്യം നഷ്ടപ്പെടാതെ മുന്നോട്ടു നീങ്ങി. കുട്ടികളെ സുരക്ഷിത മുറികളിലേക്കും വിദേശികളെ പുറത്തേക്ക് മാറ്റുകയും ചെയ്തു. ഓരോ നിലയും ഓരോ മുറിയും വെടിയുണ്ടകൾക്കു കീഴിലായി. പക്ഷേ ജീവൻ രക്ഷിച്ചുവെന്നും ചിലർ വീണു. സന്ധ്യയുടെ ഹൃദയം നിശബ്ദമായി അടിച്ചുപൊട്ടുകയാണ്. പക്ഷേ അവൾ നിലനിന്നു. ഓരോ ജീവൻ രക്ഷിക്കാനായി. ഭീകരർക്കു മുന്നിൽ നിന്നാൽ മനുഷ്യരുടെ മനസ്സിലെ ധൈര്യത്തെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇത് താജ് ഹോട്ടലിലെ ഓരോ ജീവനക്കാരും തെളിയിച്ചു. വേദനയും ഭയവും ഭൂരിഭാഗ സമയത്തും അവർ അനുഭവിച്ചു. എന്നാൽ രക്ഷാപ്രവർത്തനത്തിൽ പൂർണ്ണമായി മുഴുകി. രാവിലെ 6 മണി വരെ എത്തുമ്പോൾ NSG കമാൻഡോകൾ ഹോട്ടലിലേക്ക് കടന്നു. ഭീകരരെ പിടിച്ചു. വെടിയുണ്ടകൾ അവസാനിച്ചു. എന്നാൽ ഹോട്ടലിൽ പല ജീവനുകൾ നഷ്ടപ്പെട്ടു. പലരും പരിക്കേറ്റു. ഈ സംഭവം ഭീകരതയുടെ കഥ മാത്രമല്ല, മനുഷ്യസ്നേഹത്തിന്റെ, ധൈര്യത്തിന്റെ, ആത്മസമർപ്പണത്തിന്റെ കഥയും കൂടിയാണ്. ജീവനക്കാരുടെ വീര്യം, രക്ഷപ്പെടുന്ന അതിഥികളുടെ കാഴ്ചകൾ, എല്ലാം ഒരുപാട് പ്രേരണയുള്ളത്. ഫ്ലാഷ് ബാക്കുകളിൽ ഓരോ മുറിയും ഓരോ നിലയും ഓരോ വ്യക്തിയുടെ ധൈര്യവും ഭീകരരുടെ ഭീകരതയും രക്ഷാപ്രവർത്തനത്തിലെ ത്രില്ലും ഓരോ സംഭവവും വെളിച്ചം വീഴ്ത്തി. സന്ധ്യയും രഞ്ജിത്ത് സാധാരണ പൗരന്മാർ വീരന്മാരായി മാറി. ആ രാത്രിയിൽ താജ് ഹോട്ടൽ ഒരു ധൈര്യത്തിന്റെയും ജീവന്റെ, മനുഷ്യ മനസ്സിന്റെ മഹത്വത്തിന്റെയും പ്രതീകമായി മാറി. ഓരോ വെടിയുണ്ടയ്ക്കും ശേഷമുള്ള നിശബ്ദത, രക്ഷപ്പെട്ടവരുടെ കാഴ്ചകൾ, ജീവനക്കാരുടെ വീര്യം എല്ലാം കാണിച്ചു. ഈ കഥ നമുക്ക് പഠിപ്പിച്ചതൊന്നാണ്: തോക്കുകൾ മനുഷ്യരെ കൊല്ലാം, പക്ഷെ മനുഷ്യന്റെ ധൈര്യവും സ്നേഹവും തോൽപ്പിക്കാനാവില്ല. ഓരോ ജീവനും വിലയുള്ളതാണ്. ഓരോ മനുഷ്യനെയും രക്ഷിക്കാൻ ധൈര്യവും ആത്മസമർപ്പണവും ആവശ്യമാണ്. ഇന്നും താജ് ഹോട്ടൽ ഓർമ്മപ്പെടുത്തുന്നു, ഭീകരത, വെടിയുണ്ടകൾ, പുക എല്ലാം മനുഷ്യന്റെ മനസ്സിലെ ധൈര്യത്തെ തോൽപ്പിക്കാൻ അപര്യാപ്തമാണ്. ആ രാത്രി താജ് ഹോട്ടൽ ധൈര്യത്തിന്റെയും ജീവന്റെ, സ്നേഹത്തിന്റെ സാക്ഷിയായി നിലകൊണ്ടു.